ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കോവാലന്റ് ബോൺഡ്സിൽ തന്നെ പോളാർ കോമ്പൗണ്ട്സും നോൺ പോളാർ കോമ്പൗണ്ട്സും എന്താണെന്നാണ്. പോളാർ നേച്ചർ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലേ. അതൊരു കോവാലന്റ് കോമ്പൗണ്ടാണ്. കോവാലന്റ് ബോണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നതാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അതാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഹൈഡ്രജൻ്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ക്ലോറിൻ്റെ ആഗ്രഹം അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്നാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ കൂടി ഷെയർ ചെയ്യും. ഇപ്പോൾ 8 എണ്ണമായി. ഹൈഡ്രജൻ്റെ ആഗ്രഹം അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വേണമെന്നാണ്. അതെന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, അതിൽ 2 ഇലക്ട്രോൺ മതി, 8 എണ്ണം ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ക്ലോറിൻ്റെ 1 ഇലക്ട്രോൺ കൂടി ഷെയർ ചെയ്യുമ്പോൾ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ കിട്ടും. ഇനി ഞാൻ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണുകളെ മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട്. ഞാനിപ്പോൾ ഷെയർ ചെയ്ത ആ 2 ഇലക്ട്രോണെയാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ ഷെയർ ചെയ്തിരിക്കുന്ന 2 ഇലക്ട്രോണുകളിൽ ഒരെണ്ണം ഹൈഡ്രജൻ്റെയും ഒരെണ്ണം ക്ലോറിൻ്റെയും ആണല്ലോ. ക്ലോറിന് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 2 പേരും ഷെയർ ചെയ്തിരിക്കുന്ന ഈ 2 ഇലക്ട്രോണുകളെ ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിനിലേക്ക് അടുപ്പിക്കും. അതായത് ഈ 2 ഇലക്ട്രോൺ ആരുടെ അടുത്തേക്ക് പോകും? ക്ലോറിൻ്റെ അടുത്തേക്ക് പോകും. ഇങ്ങനെ ഷെയർ ചെയ്ത ഇലക്ട്രോണുകളെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള കഴിവിനെയാണ് ഒരാളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുക. ഇപ്പോഴും ഈ 2 ഇലക്ട്രോൺ ക്ലോറിൻ്റെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇതിപ്പോഴും ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ആണ്. അതായത് ഹൈഡ്രജനും കൂടി ഈ 2 എണ്ണം അവകാശപ്പെട്ടതാണ്. എങ്കിലും അത് ആരുടെ അടുത്തേക്കാണ് നീങ്ങുന്നത്? ക്ലോറിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് ബോണ്ടായിട്ട് വരയ്ക്കാം. 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ അതൊരു സിംഗിൾ ബോണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സിംഗിൾ ബോണ്ടായിട്ട് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ അയോണിക് ബോണ്ടിൽ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ കിട്ടുമ്പോൾ നെഗറ്റീവ് ചാർജുമാണ് ഉണ്ടാകുക. അപ്പോൾ ശരിക്കും ഇവിടെ ഇലക്ട്രോൺ കിട്ടുകയായിരുന്നെങ്കിൽ ക്ലോറിന് എന്ത് ചാർജ് ഉണ്ടായേനെ? നെഗറ്റീവ് ചാർജ് ഉണ്ടായേനെ. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ക്ലോറിന് ഇലക്ട്രോൺ കിട്ടുകയല്ല ചെയ്തത്, ഈ ഷെയർ ചെയ്തതിനെ ക്ലോറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രോൺ കിട്ടിയ പോലെ തന്നെ ആയി, എന്നാൽ ഇലക്ട്രോൺ കിട്ടിയതുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പാർഷ്യൽ, അതായത് പകുതി നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുക. അതിനെയാണ് നമ്മൾ ഈ സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറയുക. അപ്പോൾ ക്ലോറിന് ഇപ്പോൾ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഹൈഡ്രജൻ ആർക്കും ഇലക്ട്രോൺ വിട്ടു കൊടുത്തിട്ടില്ല അല്ലേ? ഹൈഡ്രജൻ ഈ 2 ഇലക്ട്രോണും അവകാശപ്പെട്ടതാണ്. എങ്കിലും ഇവിടെ ഇലക്ട്രോൺസ് ഹൈഡ്രജനിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ഹൈഡ്രജൻ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത പോലെ തന്നെ ആയല്ലേ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്താ ഉണ്ടാകുക? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, അതായത് ഡെൽറ്റ പോസിറ്റീവാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇവിടെ HClൽ ഷെയർ ചെയ്ത ഇലക്ട്രോണുകളുടെ വിതരണം, അതായത് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണോ? സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നതാണല്ലേ. ഇത് സിമെട്രിക് അല്ല, കാരണം ഇലക്ട്രോൺസ് ക്ലോറിൻ്റെ അടുത്തേക്കാണ് ഇരിക്കുന്നത്. ഇതുപോലെയുള്ള കോമ്പൗണ്ട്സിനെയാണ് പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. H2 എടുക്കാം. H2വിൽ 2 ഹൈഡ്രജൻ ആണുള്ളത്. 2 പേരും ഓരോ ഇലക്ട്രോൺസ് വീതമാണ് ഷെയർ ചെയ്യുക. ഇവിടെ 2 ഹൈഡ്രജൻ അല്ലേ? 2 പേരുടെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അപ്പോൾ തുല്യമായിരിക്കും. അതായത് 2 പേർക്കും ഇലക്ട്രോണിനെ അവരിലേക്ക് അടുപ്പിക്കാനുള്ള കഴിവ് തുല്യമായിരിക്കും. ഈ ഹൈഡ്രജൻ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ എത്രയധികം ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നോ അത്രയും തന്നെ ഈ ഹൈഡ്രജൻ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ ഇപ്പുറത്തേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇലക്ട്രോൺസ് ഒരു വശത്തേക്ക് മാത്രമായിട്ട് പോകത്തില്ല. ഇലക്ട്രോൺസ് 2 പേർക്കും തുല്യമായിട്ട് തന്നെയാണ് കിട്ടുക. സിമെട്രിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? നോൺ പോളാർ ആണ്. ഇതുപോലെ തന്നെ O2, N2 ഒക്കെ നമുക്ക് നോക്കാം. O2 എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടാണ്. ഇത് രണ്ടും ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഒരാളുടെ അടുത്തേക്ക് മാത്രമായിട്ട് പോകില്ല. N2ൻ്റെ കേസിലും അതുപോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം എങ്ങനത്തെ കോമ്പൗണ്ട്സ് ആണ്? നോൺ പോളാർ കോമ്പൗണ്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ടർ നോക്കാം. വാട്ടറിൻ്റെ ഷേപ്പ് ഇങ്ങനെ ബെൻഡാണല്ലേ. ഇപ്പോൾ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഓക്സിജൻ ഇവിടെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ ഹൈഡ്രജൻ ഇവിടെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ബോണ്ട് വരുന്നത്.
അതുപോലെ ഓക്സിജൻ ഇവിടെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ ഇവിടെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ ബോണ്ടാക്കി വേണമെങ്കിലും വരയ്ക്കാം. ഓക്സിജന് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഓക്സിജൻ എന്താ ചെയ്യുക? ഈ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ ഓക്സിജനിലേക്ക് അടുപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജന് എന്താ ഉണ്ടാകുക? ഡെൽറ്റ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാകുക. 2 ഹൈഡ്രജനും എന്താണ് ഉണ്ടാകുക? ഡെൽറ്റ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകുക. അപ്പോൾ ഇതെന്താണ്? ഒരു പോളാർ കോമ്പൗണ്ടാണ്. ഇനി നമുക്ക് മറ്റൊരു കോമ്പൗണ്ട് നോക്കാം, CCl4. അതായത് കാർബണും 4 ക്ലോറിനും ആണുള്ളത് അല്ലേ. ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് മാത്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. കാർബൺ 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. ഓരോ ഇലക്ട്രോൺ ഓരോ ക്ലോറിനുമായിട്ടാണ് ഷെയർ ചെയ്യുക. ഓരോ ക്ലോറിനും 1 ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യും. ഞാനിപ്പോൾ കാർബൺ ഷെയർ ചെയ്ത ഈ ഇലക്ട്രോണും അതുപോലെ ക്ലോറിൻ്റെ ഈ ഇലക്ട്രോണുമാണ് നോക്കുക. ക്ലോറിനാണ് കാർബണേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ ഷെയർഡ് ഇലക്ട്രോൺസിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കും. അപ്പോൾ ഇതിനൊരു ഡെൽറ്റ നെഗറ്റീവ് കിട്ടും. അതുപോലെ തന്നെ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ അടുപ്പിക്കാൻ നോക്കും. ഈ ക്ലോറിൻ ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ അടുപ്പിക്കാൻ നോക്കും. ഇതോ ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ അടുപ്പിക്കാൻ നോക്കും. കാർബൺ അപ്പം എന്ത് ചാർജാണ് വരിക? ഡെൽറ്റ പോസിറ്റീവാണ് വരിക. പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ക്ലോറിൻ ഇലക്ട്രോണുകളെ ഇങ്ങോട്ടാണ് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ക്ലോറിൻ ഈ 2 ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കും. ഈ ക്ലോറിൻ ഇങ്ങോട്ടും ഈ ക്ലോറിൻ ഇങ്ങോട്ടും. അതിനർത്ഥം ഇവിടെ ഒരു സിമ്മട്രി ഉണ്ടല്ലേ. ഇലക്ട്രോണിനെ ക്ലോറിനുകൾ തന്നിലേക്ക് അടുപ്പിക്കുകയാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ ഈ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ അതിന് സിമ്മട്രി ഉണ്ട്. അതെല്ലായിടത്തും ഒരേപോലെ തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെ CCl4 പോളാർ കോമ്പൗണ്ട് അല്ല, നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്.